ചെറായിക്കരയിൽ ചിരപുരാതന ജിമ്മായിരുന്ന ആംസ്ട്രോങ് ജിമ്മിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ആംസ്ട്രോങ് ജിം എന്ന് പറയുമ്പോൾ ഒരു 10-40 കൊല്ലത്തിന് മുകളിൽ പഴക്കവും പിന്നെ വളരെ കുറഞ്ഞ ഫീസും ഇപ്പോൾ ഈടാക്കുന്ന ഒരു ജിമ്മാണ്. കുറഞ്ഞ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും 500 രൂപ പ്രവേശന ഫീസും പിന്നെ 200 രൂപ മാസ ഫീസും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഇത്രയും നാളും ഈ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ട്രെഡ്മില്ല് ആധുനിക സൗകര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് യൂണിസെക്സ് ആക്കിയാറുണ്ട്. അടുത്ത മാസം തുടങ്ങി ഈ മാസം തുടങ്ങി യൂണിസെക്സ് ആക്കി. അപ്പോൾ ഇനി ആശാന്റെ കുറച്ച് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പുള്ളി പറയുന്നത്. ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയ ജിംനേഷ്യത്തിൽ ആദ്യം പോയി 1 വർഷം കളിച്ച് ചെറിയ ജിംനേഷ്യത്തിൽ. അത് കഴിഞ്ഞ് ഇവിടെ ജിമ്മ് തുടങ്ങിയതിന് ശേഷം എറണാകുളം ജിംനേഷ്യം ഒന്ന് കാണാമെന്ന് കരുതി ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ജിംനേഷ്യം അവിടുത്തെ ജിംനേഷ്യമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായത്. എറണാകുളം ജിംനേഷ്യം കണ്ടോണ്ട് എൻ്റെ മനസ്സിലൊരു വല്ലായ്മ തന്നെ. കാരണം അത്രയും വലിയൊരു ജിംനേഷ്യം വരുന്ന എറണാകുളം ജിംനേഷ്യം എത്താറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ജിംനേഷ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ തോന്നിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അതിലും വലിയൊരു ജിംനേഷ്യം തുടങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇത് ഇപ്പോൾ ഇത്രയും പിള്ളേർ കളിക്കുന്നുണ്ടെങ്കിലും ബോഡി ബിൽഡേഴ്സിനെ ഒന്നും ഇവിടെ നടക്കുന്നില്ല കോമ്പറ്റീഷൻ. കാരണം എല്ലായിടത്തും മരുന്നിൻ്റെ ഒരു ഇതായിപ്പോയി. മരുന്ന് ധാരാളം അടിച്ചാണ് പിള്ളേർ മത്സരത്തിന് പോകുന്നത്. മരുന്ന് അടിക്കുന്നതിന് എതിരുള്ള ആളാണ് ഞാൻ. കാരണം ഒരു 45-50 വയസ്സാകുമ്പോഴേക്കും എല്ലാവർക്കും അസുഖങ്ങളാണ്. പണ്ട് കളിച്ചിരുന്ന മിക്കവരും രോഗികളായിപ്പോയി ഈ മരുന്നടിച്ചിരുന്നവരെല്ലാം. ഇപ്പോൾ ഇവിടെ വരുന്നവർ മരുന്നടിപ്പിക്കില്ല. ചെറിയ തലം പിള്ളേരോട് ഞാൻ നന്നായിട്ട് വളർത്തണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പം ഞാനിപ്പോൾ 72 വയസ്സിലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴും ഞാൻ 2-3 മണിക്കൂർ കളിക്കും. കാരണം എന്താ, അന്ന് മരുന്നടിച്ചിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ചത്തുപോയേനെ. കാരണം ഇപ്പോഴത്തെ ആളുകൾക്ക് ഈ മരുന്ന് വിൽപ്പന എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. പിള്ളേർക്ക് പെട്ടെന്ന് ശരീരം രംഗാണ്ട് ബോഡി ഉണ്ടാക്കണം. ഇതാണ് പിള്ളേരുടെ ആവശ്യം. ശരിക്കും അധ്വാനിച്ചാൽ മാത്രമേ ശരീരം നല്ല രോഗമില്ലാത്ത ശരീരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്ര മതിയാ. ആശാന അനവധി ഈ ആധുനികമായ കുറേ മെഷീനൊക്കെ ഇറക്കി റീലോഡ് ചെയ്തൊക്കെ ഉണ്ട്. റീലോഡ് എന്ന് പറഞ്ഞപ്പോൾ അടിപൊളി സാധനങ്ങൾ ട്രെഡ്മില്ല് പിന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇനിയിപ്പോൾ ഈ യൂണിസെക്സ് ആക്കണം. യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക്. അപ്പോൾ ഒരു ഈ 600 രൂപ പ്രവേശന ഫീസും 300 രൂപ ഉള്ളൂ. അപ്പോൾ സാധാരണ അധികം സാമ്പത്തികമില്ലാത്തവർക്ക് ചെയ്യാം. അപ്പോൾ ആശാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. അപ്പോൾ പുള്ളി അതെന്താണെന്നോട് കേൾക്കാട്ടോ. എറണാകുളം ജില്ലയിൽ പല പ്രാവശ്യം റണ്ണേഴ്സ് അപ്പോൾ ടോപ്പിലേക്ക് എത്തിയ ടീമാണ് ഞങ്ങളുടെ. ഇപ്പോൾ ഒരാളെ ഞങ്ങൾ കോമ്പറ്റീഷൻ ഇവിടെ കളിച്ചിരുന്ന കുറേ പിള്ളേരിൽ എടുത്ത് പറയുന്നത് ഒരു KP ഗോപാലകൃഷ്ണൻ, സുധീർ, ഒരു കുളച്ചിൽ നിന്ന് വന്നിരുന്നൊരു ജായിസ്, പിന്നെ കുറേ പിള്ളേരുണ്ടായിരുന്നു അവിടെ. അതെല്ലാവരും ടോപ്പിലേക്ക് വന്ന് ഇപ്പോൾ ഈ മത്സരത്തിന് ഒരാളെ ഇറക്കാത്ത കാരണം ഈ മരുന്നിൻ്റെ കടന്നു കയറി മരുന്നിൻ്റെ സംഭവം. എല്ലാവരും മരുന്നടിച്ച് കോമ്പറ്റീഷൻ. അപ്പോൾ മരുന്നടിച്ചവരുടെ കൂടെ മരുന്നടിക്കാത്തവൻ പോയിട്ട് കാര്യമില്ല. കാരണം മരുന്നടിച്ചവനെ ജയിക്കുള്ളൂ. അത് കാരണം ഞങ്ങൾ 22 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് മാറിയിരിക്കുകയാണ്. മരുന്നടിച്ചവന്മാർക്ക് എന്നോട് ഭയങ്കര എന്നോട് പലരും ചോദിച്ചാൽ ഞാൻ എന്തിനൊക്കെ പറഞ്ഞു കൊടുക്കും. കോൽസിന്റെ പേര് വന്നില്ലേ? മരുന്നിന്റെ അത്